ഹലോ. അപ്പോൾ ഉമ്മാൻ്റെ ഗൾഫ് പാക്കിംഗ് വീഡിയോയിൽ ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാലും പോരാ, നല്ല എരിവും പുളിയും ഒരു ലൈറ്റ് മധുരമൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെ മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറേ നാൾ കേടാവാതിരിക്കും. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് 2 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. കിളിമൂക്കം മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട്, ഇതിപ്പോൾ ലൈറ്റ് പഴുക്കാനായിട്ടുള്ളൊരു ടൈപ്പ് മാങ്ങയാണ് കേട്ടോ. എന്നാൽ പഴുത്തിട്ടില്ല, അങ്ങനെ ഒരു ചെനച്ച ടൈപ്പ്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇന്ന് തന്നെ അച്ചാർ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യണ പ്രൊസീജിയറൊക്കെ ഇന്ന് ചെയ്തിട്ട് നാളെ അച്ചാർ റെഡിയാക്കി എടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യണത്. കണ്ടില്ലേ, കുറേയൊക്കെ പച്ച കുറേയൊക്കെ പഴുക്കാനായത് അങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ. കിളിമൂക്കം പിന്നെ എപ്പോഴും ചെനച്ചതാണല്ലോ നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെച്ചിട്ടാണ് എല്ലാം എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി എത്ര ഇടണോ അത്രയും നല്ല ടേസ്റ്റാണ് ഇതിൽ കിടക്കുമ്പോൾ. ഇതിൽ എല്ലാം കൂടെ ആയിട്ട് വരുന്ന സമയത്ത് അച്ചാറിൻ്റെ കൂടെ ഈ വെളുത്തുള്ളിയും കൂടെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം അരക്കപ്പ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പച്ചമുളക് എന്ന് പറയുന്നത് നല്ല എരിയുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ. അങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ്. ഉപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇടാം. തികയില്ല തോന്നുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കല്ലുപ്പ് കൈ അളവിലാണ് ഇടാറ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തണ പോലെ. നമുക്ക് കൈ വെച്ചിട്ട് അങ്ങനെ കുടഞ്ഞു കൊടുക്കുക കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടുമല്ലോ. ഇതുപോലെ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ ഞാൻ പറയണത്. ഇത് കുറേ നാൾ കേടാവാതിരിക്കുന്ന അച്ചാറിനെയാണ് കേട്ടോ. 1 മാസം വരെയൊക്കെ നമുക്ക് പുറത്ത് വെക്കാം. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പകുതി കാശ്മീരി മുളകും പകുതി നോർമൽ മുളകും അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു അരക്കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരക്കപ്പ് മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. രണ്ടും കൂടെ പകുതി എടുത്തിട്ട്. ഇതിപ്പോൾ കറക്റ്റ് എരിവുള്ളൂ കേട്ടോ. ഒരുപാട് എരിവ് എന്ന് പറയാനില്ല. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണും കൂടെ സാധാ മുളക് പൊടി കൂടി കൂട്ടി ചേർത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു 1 ഇഞ്ച് സൈസുള്ള കായം ഇതേപോലെ പൊടിച്ചിട്ട് അതൊന്ന് ചൂടാക്കി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അതായത് ഈ ഒരു ടൈപ്പിലായി കിട്ടുമ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നേരത്തെ കായം ഇല്ലാതെ കായത്തിൻ്റെ പൊടി ഞാനിപ്പോൾ ഇതൊക്കെ ചേർക്കണ സമയത്ത് ചേർത്തെടുത്താൽ മതി കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ കടുകും ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. അതുപോലെ അങ്ങനെ പൊട്ടി വരും കേട്ടോ. ആ ടൈമിൽ മാറ്റാം. അതുപോലെ 2 ടേബിൾ സ്പൂണ് ഉലുവ വറുത്തെടുക്കുക. അത് ഈ ഒരു ടൈം ആകുമ്പോൾ അത് മാറ്റാം. ഇനി നമുക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഞാനിപ്പോൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഞാനൊരു 200 ml ബോട്ടിലാണ് വാങ്ങിയത്. ഇതിൻ്റെ അടിയിൽ കണ്ടില്ല, ഇത്ര ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 150 ml എടുത്തിട്ടുണ്ടാവും എണ്ണ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. കറിവേപ്പിലിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതുപോലെ ഒരു 4-5 ഉണക്കമുളക് ഇതേപോലെ നടുകേറിയിട്ട് അതും കൂടെ ഒന്ന് പൊട്ടിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. സിമ്മിലിട്ട് വെക്കണം കേട്ടോ. ഈ ടൈമിൽ തീ അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ആ എണ്ണയ്ക്ക് എത്തണ പോലെ. മാങ്ങ ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോകാൻ ഞാൻ പറഞ്ഞിട്ടല്ലോ. ആ രീതിയിൽ വേണം നമ്മൾ, പഴുക്കാനായ മാങ്ങയാണ്, അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഒരു കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് വിനാഗിരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ളതൊക്കെ കൂടെ പൊടിച്ചത്, ഉലുവ കായം കടുക് ഇതൊക്കെ കൂടെ പൊടിച്ചത് ഇതിലിട്ടെടുത്ത് അത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ എരിയും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറും കൂടെ ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ ഞാൻ റെഡിയാക്കി, ഇന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഓടുകയാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്നും മടക്കാതെ മാങ്ങൻ്റെ സീസണൊക്കെ കഴിയുന്നതിന് മുന്നേ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.